ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ രാജ്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഈ യുദ്ധം ഇറാനും മറുസൈഡിലെ ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ത്യയെ സംബന്ധിച്ച്. യുദ്ധത്തിന്റെ നേരിട്ട് നമ്മൾ അതിനകത്തിലെ പങ്കാളിയല്ല, അല്ലെങ്കിൽ നേരിട്ട് നമ്മളെ അത് ബാധിക്കുന്നില്ല എങ്കിൽ തന്നെയും യുദ്ധത്തിന്റെ ഔട്ട്കം അല്ലെങ്കിൽ യുദ്ധം നമ്മൾ ഏത് രീതിയിൽ അത് പരിണമിക്കുമോ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. അതിന് രണ്ട് ചാൻസ് ഉണ്ട്, രണ്ട് പ്രോബബിലിറ്റി ഉണ്ടാകാം. ഒന്നുകിൽ ഇറാന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാകാം, അല്ലെങ്കിൽ മറു സൈഡിന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാകാം. ഈ രണ്ട് തന്നെ ആയാലും ശരി, അത് ഭാവിയിൽ നമ്മളുടെ റീജിയൻ എന്ന് വെച്ചാൽ ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന ഉൾപ്പെടുന്ന ഈ സൗത്ത് ഏഷ്യ എന്ന് പറയുന്ന റീജിയനെ ഏറ്റവും കൂടുതൽ അത് ബാധിക്കാൻ സാധ്യതയുള്ളതും ഇന്ത്യയുടെ എന്താ പറയുന്നത് നമ്മളുടെ ഒരു ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻസിനെ അത് വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്ക് ഈ യുദ്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പൊ ഇറാന്റെ ഭാഗത്തു നിന്നും വളരെ ശക്തമായിട്ടുള്ള മിസൈൽ, റോക്കറ്റ്, ഡ്രോൺ അറ്റാക്സ് ഒക്കെയാണ് മറുഭാഗത്തേക്കുള്ളത്. അവരവരുടെ തീർച്ചയായിട്ടും എയർ ഡിഫൻസ് സിസ്റ്റവും അത്യാധുനികമായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റവും ഒക്കെ തന്നെ ഉപയോഗിച്ച് അതിനെ ഒക്കെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നും, പിന്നെ അവർക്ക് പൂർണ്ണമായിട്ടും ഇല്ലെങ്കിൽ തന്നെയും ഒരു 90% മേളിലൊക്കെ തന്നെ സക്സസ് റേറ്റ് ഉണ്ടെന്നൊക്കെ തന്നെ അവർ അവകാശപ്പെടുന്നുണ്ട്. ഖത്തറായാലും UAE ആയാലും ഈ പറഞ്ഞ മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെ ആയാലും ശരി. പക്ഷേ യുദ്ധത്തിന്റെ രീതികളും സ്വഭാവങ്ങളും ഒക്കെ മാറി. നമുക്കറിയാം, ഡ്രോണുകളൊക്കെയാണ് ഇന്ന് യുദ്ധം ഡോമിനേറ്റ് ചെയ്യുന്നത്. വളരെ കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാൻ സാധിക്കുന്ന ഡ്രോണുകൾ നമുക്ക് ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചും വളരെ മില്യൺസും ബില്യൺസും ഒക്കെ ഡോളേഴ്സിന്റെ ചെലവിൽ നിർമ്മിച്ച എയർ ഡിഫൻസ് സിസ്റ്റത്തിനെയൊക്കെ തന്നെ നിർവീര്യമാക്കാനും അല്ലെങ്കിൽ അതിനെയൊക്കെ നിഷ്പ്രഭമാക്കാനും ഒക്കെ സാധിക്കുമെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യുദ്ധത്തിന്റെ സ്വഭാവങ്ങളും അല്ലെങ്കിൽ രീതികളൊക്കെ തന്നെ വൻതോതിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള റിലേഷൻ, അല്ലെങ്കിൽ ഇന്ത്യ ചൈന, അല്ലെങ്കിൽ ഇന്ത്യ നേരിടാൻ പോകുന്ന അല്ലെങ്കിൽ നേരിടാൻ സാധ്യതയുള്ള ടു ഫ്രണ്ട് വാർ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു സെനാറിയോയില് ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഒരു യുദ്ധം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു യുദ്ധം ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം, കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ 1 സമയത്തും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇതുപോലെ ശക്തമായിട്ടുള്ള ഡ്രോണിന്റെയും മിസൈലുകളുടെ ഒക്കെ തന്നെ, പ്രത്യേകിച്ച് ഡ്രോണുകളുടെ ഒക്കെ തന്നെ വളരെ എന്താണ് പറയുന്നത് അഗ്രസീവായിട്ടുള്ള അറ്റാക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിനെല്ലാം നമ്മളുടെ എയർ ഡിഫൻസ് സിസ്റ്റം വളരെ സക്സസ്ഫുൾ ആയിട്ട് അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനും ന്യൂട്രലൈസ് ചെയ്യാനും കഴിഞ്ഞു. വളരെ ഒരു ഷോർട്ട് ടൈം വാറായിരുന്നു, 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമായിരുന്നു. പക്ഷേ നമുക്കറിയാം, ഇനിയും ഒരു യുദ്ധം ഈ സമാനമായിട്ടുള്ള രീതിയിലായിരിക്കത്തില്ല ഉണ്ടാകാൻ സാധ്യതയുള്ളത്. കാരണം അതിനെ നമുക്ക് ഇരു രാജ്യങ്ങൾക്കും അതിന്, കാരണം ഇങ്ങനൊരു യുദ്ധം ഉണ്ടായതിന്റെ വെളിച്ചത്തിലും അല്ലെങ്കിൽ ഇനിയും, കാരണം ഇന്ത്യ അതിനുശേഷം ഇപ്പോഴും ഇന്ത്യയുടെ നമുക്ക് നേരത്തെ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു എന്താണ് പറയുന്നത് പ്രതികരണമൊക്കെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ളത്. കാരണം നമ്മളെ സൈനിക തലത്തിൽ നിന്ന് തന്നെ പലരും പാകിസ്ഥാനെ വാൺ ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ 2 അത് ഇതൊരു സീസ് ഫയർ ആണ്, പിന്നെ വെടിനിർത്തൽ മാത്രമേ ഉള്ളൂ, അല്ല യുദ്ധം നിന്നിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂർ 2 ഏത് സമയത്തും ആരംഭിക്കാം. അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ ഇനിയും ഓപ്പറേഷൻ സിന്ദൂർ 2, ഓപ്പറേഷൻ സിന്ദൂർ 1 പോലെ ആയിരിക്കത്തില്ല, അത് എക്സ്റ്റൻഡ് വാർ ആയിരിക്കും എന്നൊക്കെയുള്ള രീതിയിലുള്ള പിന്നെ പ്രതികരണങ്ങളൊക്കെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും നമുക്ക് ഒരു ഈ യുദ്ധം നമുക്ക് ഏത് സമയത്തും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യ വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം അതിന്റെ ഇൻഡിക്കേഷൻസ് ആണ് ഇതെല്ലാം. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും അവരും ആശങ്കകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ ആയാലും, അതുപോലെ തന്നെ പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആയാലും, അതുപോലെ തന്നെ മറ്റ് ഏം, പല അവരുടെ ഒഫീഷ്യലായിട്ടുള്ള തലത്തിൽ നിന്നൊക്കെ തന്നെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് രണ്ടാമത് ഓപ്പറേഷൻ സിന്ദൂർ 2 എന്നുള്ളൊരു പിന്നെ എന്താണ് പറയുന്നത് ഒരു ശ്രമത്തിന്റെ സിഗ്നൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇന്ത്യ ഏത് സമയത്തും പാകിസ്ഥാനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ആശങ്ക പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ട് എന്നുള്ളത്. ഇതൊരു പ്രൊപ്പഗണ്ട വാർ മാത്രമല്ല, പ്രൊപ്പഗണ്ട വാറാണ്, ഇൻഫോ വാറാണ്. എന്നിരുന്നാൽ തന്നെയും തീർച്ചയായിട്ടും അതിനകത്ത് ചില യാഥാർത്ഥ്യത്തിന്റെ എലമെന്റ്സ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഇനിയും മുമ്പോട്ട് നമുക്ക് വളരെ ശക്തമായിട്ട് ഈ പറഞ്ഞ നമ്മളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും എയർ ഡിഫൻസ് സിസ്റ്റവും ഒക്കെ തന്നെ വളരെ ശക്തമാക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. കാരണം പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം വളരെ എന്താണ് പറയുന്നത് അഗ്രസീവായിട്ട് പ്രൊവാക്റ്റീവായിട്ട് തന്നെ അവരെ ആയുധവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ടർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ തന്നെ
അവർ കൂടുതൽ കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കുന്നുണ്ട് എന്നുള്ള എൻ്റെ റിപ്പോർട്ടുകളും അല്ലെങ്കിൽ ഇൻഡിക്കേഷനും ഒക്കെ ഉണ്ട്. ഇന്ത്യ അതുപോലെ തന്നെ കൂടുതൽ ആർമമെന്റ്സ് പ്രൊക്യൂർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പിന്നെ സെനാറിയോയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യ ഓൾറെഡി റഷ്യയിൽ നിന്ന് S-400 എയർ ഡിഫൻസ് സിസ്റ്റം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തിൽ 3 ബാറ്ററി നമുക്ക് ലഭിച്ചിട്ടുണ്ട്, 2 റെജിമെൻറ്റുകൾ നമുക്ക് ലഭിക്കാനുണ്ട്. ഇനിയും ഒരു 5 എണ്ണം കൂടെ, 5 ന്യൂ സ്ക്വാഡ്രൺസിൻ്റെ S-400 നമ്മൾ വാങ്ങിക്കാൻ പോവുകയാണ് റഷ്യയിൽ നിന്ന്. ഈ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റിൻ്റെ പിന്നെ ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇന്ത്യ ഇത്ര സ്പീഡപ്പ് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഇന്ത്യ ഇതിന് കുറച്ച് നാൾ മുമ്പ് വരെ നമ്മളിത് റിപ്പോർട്ട് ചെയ്തു, മേടിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെ സ്പീഡപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ S-400ൻ്റെ ഒരു 5 പുതിയ സ്ക്വാഡ്രണോട് നമ്മൾ മേടിക്കാൻ വേണ്ടി ഈ അതിന് ഒഫീഷ്യലായിട്ടുള്ള എന്താണ് പറയുന്നത്, ആ ഒരു പ്രോസസ്സ് ആരംഭിച്ചു കഴിഞ്ഞു. നമ്മളുടെ ഡിഫൻസ് പ്രൊക്യൂർമെന്റ് ബോർഡ് DPB തിങ്കളാഴ്ച ഇന്ത്യൻ എയർഫോഴ്സിന്റെ പ്രൊപ്പോസലിനെ അപ്രൂവ് ചെയ്തു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. 5 അഡീഷണൽ S-400 എയർ ഡിഫൻസ് സിസ്റ്റം റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് ഓപ്പറേഷൻ സിന്ധൂറിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ എഫിഷ്യൻസിയും അല്ലെങ്കിൽ അതിൻ്റെ സക്സസ് റേറ്റും ഒക്കെ തന്നെ വളരെ സാറ്റിസ്ഫാക്ടറി ആണ്. അത് ഇന്ത്യൻ എയർഫോഴ്സ് ആണ് ഉപയോഗിക്കുന്നത്, ആർമി ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കത് സക്സസ്ഫുൾ ആയിട്ട് പാകിസ്ഥാൻ്റെ എയർക്രാഫ്റ്റിനെയും അല്ലെങ്കിൽ ഡ്രോൺസ് അതുപോലെ അതായത് എയർബോൺ ആയിട്ടുള്ള അവരുടെ അറ്റാക്കിനെയൊക്കെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ഇന്റർസെപ്റ്റ് ചെയ്യാനും ന്യൂട്രലൈസ് ചെയ്യാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ളത്. S-400ൻ്റെ ഏറ്റവും നമുക്ക് എന്താ ഒരു വളരെ വർദ്ധിച്ച രീതിയിലുള്ളൊരു പ്രസൻസ് അല്ലെങ്കിൽ ഉപയോഗം നമുക്ക് ഉള്ളതുകൊണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ഈ പറഞ്ഞ 5 അഡീഷണൽ S-400 സിസ്റ്റം അക്വയർ ചെയ്യാൻ നമ്മൾ ഇത് സ്പീഡപ്പ് ചെയ്യാൻ കാരണം പ്രധാനമായിട്ടും ഈ മിഡിൽ ഈസ്റ്റിലെ ഇപ്പോൾ US, ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ വെളിച്ചത്തിലാണ്, അടിസ്ഥാനത്തിലാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ സ്റ്റോറിയൊക്കെ നമുക്കറിയാം. ഫെബ്രുവരി 28 അത് ആരംഭിച്ചാണെന്നൊക്കെ നമുക്കറിയാം. ഇറാന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലും അതുപോലെ തന്നെ കാമിക്കൈസ് ഡ്രോൺസും ഒക്കെ തന്നെ എന്നുവെച്ചാൽ കുറഞ്ഞ ചിലവിൽ ഇൻഎക്സ്പെൻസീവ് ആയിട്ട് അവർക്ക് നിർമ്മിക്കാൻ കഴിയുന്ന ഡ്രോണുകൾ ഒക്കെ തന്നെ ഉപയോഗിച്ചാണ് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള ബേസുകളും അല്ലെങ്കിൽ ഇസ്രായേലിലും ഒക്കെ തന്നെ അവരെ പിന്നെ വളരെ ടിറ്റ് ഫോർ ടാറ്റ് എന്നുവെച്ചാൽ അടിക്ക് തിരിച്ചടി എന്നുള്ള ഇത് തന്നെ യുദ്ധത്തിൻ്റെ പിന്നെ എന്താണ് ഒരു സ്ഥിതിഗതികൾ ഇപ്പോൾ നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഈ ഡിഫൻസ് പ്രൊക്യൂർമെന്റ് ബോർഡ് അത് നമ്മുടെ ഡിഫൻസ് സെക്രട്ടറിയാണ് ചെയർ ചെയ്യുന്നത്. അപ്പോൾ അത് എയർഫോഴ്സിൻ്റെ റിക്വസ്റ്റാണ്. കാരണം നമ്മുടെ രാജ്യത്ത് ഇതിനൊക്കെ ചില സിസ്റ്റംസ് ഉണ്ടല്ലോ, ചില പ്രോസസ്സ് ഉണ്ട്, പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ എയർഫോഴ്സിൻ്റെ പ്രൊപ്പോസൽ കൊടുത്തു. ഡിഫൻസ് മിനിസ്ട്രിയിലുള്ള ഡിഫൻസ് പ്രൊക്യൂർമെന്റ് ബോർഡിന് ഡിഫൻസ് പ്രൊക്യൂർമെന്റ് ബോർഡ് അത് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലേക്ക് അത് പോകും. അതും നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ആണ് ചെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ ലീഡ് ചെയ്യുന്നത്. അതിന് അക്സെപ്റ്റൻസ് ഓഫ് നെസസിറ്റിക്ക് വേണ്ടി ഈ പറഞ്ഞ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിൻ്റെ അടുത്തേക്ക് അത് പോയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അതിനകത്ത് കാരണം ഇതെല്ലാം സെറ്റാണ്, അതുകൊണ്ട് പ്രൊസീജിയർ മാത്രം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തു പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഈ അക്സെപ്റ്റൻസ് ഓഫ് നെസസിറ്റി അല്ലെങ്കിൽ AON ഗ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഈ കോസ്റ്റ് നെഗോസിയേഷൻ കമ്മിറ്റി ഫോം ചെയ്യും. അവർ അതിൻ്റെ പ്രൈസൊക്കെ ഫൈനലൈസ് ചെയ്യും റഷ്യയുമായിട്ട് ഉള്ള എന്താണ് പറയുന്നത് ചർച്ചകളിൽ കൂടി. അതിനുശേഷം നമ്മുടെ ഫൈനലായിട്ട് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ആണ് ഇതിന് ഫൈനൽ അപ്രൂവൽ കൊടുക്കുന്നത്. അത് പിന്നെ ഫിനാൻസ് മിനിസ്ട്രി അതിനകത്തിൽ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി നമ്മൾ ഫൈനാൻസ് മിനിസ്ട്രി അതിനകത്തിലുണ്ട്. അപ്പം ഫിനാൻസ് മിനിസ്ട്രി ആണല്ലോ ഇതിന് ഫണ്ടൊക്കെ അലോക്കേറ്റ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും. അപ്പോൾ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ചില പോർട്ട്ഫോളിയോ മിനിസ്ട്രീസ്, ഇപ്പോൾ ഉദാഹരണത്തിന് പ്രൈം മിനിസ്റ്റർ ഉണ്ടാകും, അതിനകത്തിൽ പ്രൈം മിനിസ്റ്ററാണ് അത് ചെയർ ചെയ്യുന്നത്. പിന്നെ ഹോം മിനിസ്ട്രി, ഡിഫൻസ് മിനിസ്ട്രി, ഫിനാൻസ് മിനിസ്ട്രി, ഇങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട മിനിസ്ട്രീസ് ഒക്കെ ഉൾപ്പെടുന്നതാണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫൈനലായിട്ട് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അല്ലെങ്കിൽ CCS അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഡീല് അത് ഫൈനലൈസ് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അറിയാൻ സാധിക്കും നമുക്ക്. ഇപ്പം നമ്മൾ 3 S-400 സിസ്റ്റത്തിൻ്റെ റെജിമെന്റ് ഉപയോഗിക്കുന്നുണ്ട്. 2 നമ്മൾ കിട്ടാണ്ട് ആദ്യത്തെ ഒരു റഷ്യ ഡീലില്ല. കാരണം റഷ്യ യുക്രൈൻ വാർ തുടങ്ങിയതിന് ശേഷം റഷ്യക്ക് അത് ടൈം ബൗണ്ടായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ മാനുഫാക്ചർ ചെയ്യാനും നമുക്ക് സപ്ലൈ ചെയ്യാനും സാധിച്ചിട്ടില്ല. അപ്പോൾ അത് ഈ വർഷം തന്നെ ലഭിക്കും എന്നുള്ളതാണ് റഷ്യ നമുക്ക് പ്രോമിസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇനിയും ഇത് പക്ഷേ ഇപ്പം നമ്മൾ തീരുമാനമെടുത്ത 5 എണ്ണം കിട്ടണമെങ്കിൽ കുറേ വർഷം എടുക്കും. പെട്ടെന്ന് ലഭിക്കാനുള്ള സാധ്യതയില്ല. കാരണം പ്രത്യേകിച്ച് റഷ്യ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ പഴയത് തന്നെ റഷ്യക്ക് ഈ പറഞ്ഞ സമയം ബന്ധിതമായിട്ട് അത് നൽകാൻ സാധിച്ചിട്ടില്ല.
അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പറഞ്ഞ 5 സ്ക്വാഡ്രൺ എന്തോരം നമുക്ക് ടൈം എടുക്കും. അത് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇനിയുള്ളൊരു യുദ്ധം പാകിസ്ഥാനായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും, കാരണം പാകിസ്ഥാനും ഇപ്പം ഈ നടക്കുന്ന യുദ്ധങ്ങളും ഒക്കെ തന്നെ അവരുടെ മുന്നേ ആ, നേരിട്ട അവരുടെ അനുഭവങ്ങളിൽ കൂടി, കാരണം എല്ലാ രാജ്യങ്ങളും അവർ എന്താണ് പറയുന്നത്, കൂടുതൽ പഠിക്കുകയും അവർ പുതിയ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്ന, അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിൽ ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അതൊരു ലേണിംഗ്, എന്താണ് പറയുന്നത്, ഒരു കേസ് സ്റ്റഡിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രാജ്യത്തെ സംബന്ധിച്ചായാലും. കാരണം എങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നത്, യുദ്ധത്തിന്റെ പാറ്റേൺ എന്താണ്, യുദ്ധത്തിന്റെ ഡൈനാമിക്സ് എന്താണ്, ഇരു രാജ്യങ്ങൾ ഏത് രീതിയിലുള്ള ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നത്, ഏത് രീതിയിലുള്ള ആയുധങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ളത്, അതുപോലെ തിരിച്ച് യുക്രൈൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ വെസ്റ്റേൺ സൈഡിൽ നിന്നായാലും അവരുടെ ഡിഫൻസ് സിസ്റ്റം എങ്ങനെയാണ്, ഡ്രോൺസ് എങ്ങനെയാണ്, മിസൈൽ എങ്ങനെയാണ്, അതുപോലെ റഷ്യയുടെ ആയുധങ്ങൾ, ഇതെല്ലാം തന്നെ എല്ലാ രാജ്യങ്ങളും ഒക്കെ എല്ലാ രാജ്യങ്ങളും വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഇപ്പം ഇന്ത്യ ആയാലും ചൈന ആയാലും പാകിസ്ഥാൻ ആയാലും ഈവൻ ഇറാനായാലും അതുപോലെ തന്നെ അതുപോലുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഈ പറഞ്ഞ യുദ്ധങ്ങളൊക്കെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡിയാണ്. ഇപ്പം ഈ മിഡിൽ ഈസ്റ്റ് നടക്കുന്ന യുദ്ധം ഇന്ത്യയിലും പാകിസ്ഥാനും എല്ലാം തന്നെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് യുദ്ധത്തിന്റെ നമ്മൾ ഈ പറയുന്ന പാറ്റേൺസ്, അതിന്റെ ഡൈനാമിക്സ്, ഇതെല്ലാം തന്നെ. അപ്പം ഏത് രീതിയിലുള്ള ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നത്, ഏത് രീതിയിലുള്ള ആയുധങ്ങൾക്കാണ് കൂടുതൽ ഡോമിനൻസ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാ രാജ്യങ്ങളും വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും, അതുകൊണ്ട് പാകിസ്ഥാനെ നമുക്ക് അണ്ടർ റൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു തലത്തിലേക്ക് നമ്മൾ പോകാതിരിക്കുക. ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് യുദ്ധം ഉണ്ടാകണം എന്നല്ല പറയുന്നത്, പക്ഷേ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ സ്വീകരിച്ച നിലപാടിലും നമ്മൾ പഴയതിലും മാറ്റം ഉണ്ടാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയുടെയും സ്ട്രാറ്റജിക് ആയിട്ടുള്ള പോസ്ചർ നമുക്ക് അതിനെ റീസ്ട്രക്ചർ ചെയ്യുകയും, അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ നമുക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടി എന്ന് പറഞ്ഞിട്ട് അതേ തന്ത്രങ്ങളോ അല്ലെങ്കിൽ അതേ മെത്തേഡ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയം അല്ലെങ്കിൽ സക്സസ് ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇന്ത്യ ഇപ്പോൾ ഇതുപോലുള്ള ഈ പറഞ്ഞ അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് സിസ്റ്റം സ്പീഡപ്പ് ചെയ്യാനുള്ള ഒരു കാരണം, അതായത് മിഡിൽ ഈസ്റ്റിലെ യുദ്ധം. കാരണം അടുത്തൊരു വാർ തിയേറ്റർ എങ്ങോട്ടാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഇന്ത്യക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താണ് പറയുന്നത്, ജിയോ പൊളിറ്റിക്കൽ, ഒരുപക്ഷെ പല റിപ്പോർട്ടുകൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഈവൻ പാകിസ്ഥാനുള്ള ആശങ്ക എന്ന് പറഞ്ഞാൽ, പാകിസ്ഥാൻ പറയുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇറാനിലെ ഇപ്പോൾ ഉള്ള ഭരണ സംവിധാനം അതുപോലെ നിലനിൽക്കുന്നതായിരിക്കും നല്ലത്. അവർ മാറി അമേരിക്കയ്ക്കും ഇസ്രായേലിനും താല്പര്യമുള്ള ഒരു ഭരണകൂടമാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയും അതിനകത്തിൽ ഒരു ആക്സിസിൽ പുതിയൊരു ആക്സിസ്, ഇന്ത്യ, ഇസ്രായേൽ, അമേരിക്ക, ഇറാൻ ആക്സിസ് ഉണ്ടായി പാകിസ്ഥാനെ കൂടുതൽ വെട്ടിലാക്കാനുള്ള ഒരു തന്ത്രം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ആശങ്കകൾക്ക് നമുക്ക് ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടെന്ന് പറയുന്നത്. കാരണം അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ അഫ്ഗാനിസ്ഥാനെ ഉൾപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാനെ എല്ലാ വശത്തു നിന്നും ടൈറ്റൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പാകിസ്ഥാൻ ഇപ്പോൾ ആശങ്കപ്പെടുന്നത്. അതുകൊണ്ട് പാകിസ്ഥാനെ ശരിക്കും പറഞ്ഞാൽ ഈ ഇറാനിൽ ഇപ്പോൾ ഉള്ള ഭരണം അതുപോലെ നിലനിൽക്കുന്നതായിരിക്കും പാകിസ്ഥാനെ സംബന്ധിച്ച് നല്ലത്. ഇസ്രായേലിനും അമേരിക്കയ്ക്കും അനുകൂലമായിട്ടുള്ളൊരു ഭരണമാറ്റം അവിടെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയും അതിനകത്തിൽ എന്താണ് ഒരു ആക്സസിനകത്തിൽ ഉൾപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഡിഫൻസ് മിനിസ്ട്രിയുടെ ഈ പറഞ്ഞ ഇന്ത്യൻ എയർഫോഴ്സ് അതുപോലെ തന്നെ ആർമിയുടെ ഒരു പ്രൊപ്പോസലിന് വേണ്ടി 13 റഷ്യൻ പാൻസിർ S-1 സെൽഫ് പ്രൊപ്പൽഡ് മിസൈൽ സിസ്റ്റത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പ്രൊപ്പോസൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ സേനയിൽ നിന്ന് പ്രൊപ്പോസൽ കിട്ടുക. കാരണം നമ്മളിപ്പോൾ ഈ ഒരു കമ്പനിയിൽ നമ്മളെ വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റ് അവിടെ സ്റ്റോർ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പം ഫോർ എക്സാമ്പിൾ അക്കൗണ്ട്സ് അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റിന് കുറേ സ്റ്റേഷനറി വേണം. അപ്പം അതിന്റെ പർച്ചേസ് റിക്വസിഷൻ അല്ലെങ്കിൽ പർച്ചേസ് പ്രൊപ്പോസൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്താൽ മാത്രമേ അവർക്ക് അത് കിട്ടത്തുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ എയർഫോഴ്സിന് എന്താണ് ആവശ്യം, നേവിക്ക് എന്താണ് ആവശ്യം, അല്ലെങ്കിൽ ആർമിക്ക് എന്താണ് ആവശ്യം, ആ പ്രൊപ്പോസൽ ഡിഫൻസ് മിനിസ്ട്രിക്ക് കൊടുത്താൽ മാത്രമേ അവർക്ക് ആയുധത്തെക്കുറിച്ച്, വെപ്പൺസിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ റിക്വയർമെന്റിനെ കുറിച്ച് ഡിഫൻസ് മിനിസ്ട്രിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇപ്പൊ ഈ 13 റഷ്യൻ പാൻസിർ S-1 സെൽഫ് പ്രൊപ്പൽഡ് മിസൈൽ സിസ്റ്റത്തിനുള്ള പ്രൊപ്പോസൽ ഡിഫൻസ് മിനിസ്ട്രി വെയിറ്റ് ആണെന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലാണ്, ഷോർട്ട് റേഞ്ച് റോക്കറ്റ്സ് ആണ്, അതുപോലെ തന്നെ ഈ
സോറി, ഈ പറഞ്ഞ ഇതിനെയൊക്കെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഈ കാമിക്കേസ് ഡ്രോൺസിനെയും ഷോർട്ട് റേഞ്ച് റോക്കറ്റ്സ്, അതുപോലെ മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ, ഇതിനെയൊക്കെ കൗണ്ടർ ചെയ്യാനുള്ള ഈ പറഞ്ഞ റോക്കറ്റാണ് റഷ്യ. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രപ്പോസൽ വേണ്ടി ഡിഫൻസ് മിനിസ്ട്രി വെയിറ്റ് ചെയ്യണം. അപ്പോൾ പ്രപ്പോസൽ ഇട്ടിക്കഴിഞ്ഞാൽ അതും സ്പീഡപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 13 13 മിസൈൽ സിസ്റ്റം വാങ്ങിച്ചാൽ അതിൽ 10 എയർഫോഴ്സിനായിരിക്കും. അവരുടെ 400 യൂണിറ്റ്സിന് വേണ്ടി അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും. അതുപോലെ തന്നെ ബാക്കി 3 ആർമിക്ക് വേണ്ടിയായിരിക്കും. അവരുടെ പിന്നെ ക്രൂയിസ് മിസൈൽ അല്ലെങ്കിൽ അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ്, ആം ഡ്രോൺസ്, ലോയിറ്ററിംഗ് മുനീഷ്യൻസ്, റോക്കറ്റ്സ്, ഷോർട്ട് റേഞ്ച് മിസൈൽസ്, ഇതൊക്കെ തന്നെ ഇതിനെയൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ആർമിക്ക് വേണ്ടി 3 സിസ്റ്റം ഈ പറഞ്ഞ നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിക്കാൻ പോകുന്ന, അല്ലെ വാങ്ങിക്കാൻ സാധ്യതയുള്ള ഈ പറഞ്ഞ 3 സിസ്റ്റം. അങ്ങനെ 13 റഷ്യയുടെ പാൻസർ S-1 മിസൈൽ സിസ്റ്റത്തിനുള്ള പ്രപ്പോസൽ വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഈ പറഞ്ഞൊരു സിസ്റ്റം UAE ഉപയോഗിക്കുന്നുണ്ട്. അത് റഷ്യയുടെ ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിലെ ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ കാമിക്കേസ് ഡ്രോൺസിനെയൊക്കെ സക്സസ്ഫുൾ ആയിട്ട് ഇഫക്റ്റീവായിട്ട് ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു പക്ഷേ ഇന്ത്യ ഇത് വാങ്ങിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഡിഫൻസ് സിസ്റ്റം വളരെ എന്താണ് പറയുന്നത്, നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. വളരെ വ്യാപകമായിട്ട്, അല്ലെങ്കിൽ വ്യാപകം മീൻസ് വളരെ നമ്മുടെ ഫുൾ സ്കൈയെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം ഭാവിയിലെ യുദ്ധം തീർച്ചയായിട്ടും നമുക്കറിയാം ഡ്രോണുകളുടെയും മിസൈലുകളുടെയൊക്കെ തന്നെ യുദ്ധമായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് വളരെ ശക്തമായിട്ടുള്ള റോബസ്റ്റ് ആയിട്ടുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റം വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തീർച്ചയായിട്ടും ഇത്രതി പിടിച്ച് ഇങ്ങനെയുള്ള ഈ ഒരു S-400ന്റെ 5 പുതിയ സ്ക്വാഡ്രൺ കൂടെ മേടിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകുന്നത്. ഇപ്പം നമുക്കറിയാം ടർക്കി, പാകിസ്ഥാന്, പിന്നെ ഇറാൻ, അസർബൈജാൻ, മാൽഡീവ്സ്, ബംഗ്ലാദേശ്, ഇതുപോലുള്ള രാജ്യങ്ങൾക്കൊക്കെ തന്നെ ടർക്കിയാണ് ഈ പറഞ്ഞ ലോ കോസ്റ്റ് ഡ്രോൺസ് ഒക്കെ തന്നെ. അതുപോലെ ലോയിറ്ററിംഗ് മുനീഷ്യൻസ് എന്നാൽ അത് ആകാശം ഇങ്ങനെ പറന്നു നടക്കും, എന്നൊരു ടാർഗറ്റ്, എനിമിയുടെ ടാർഗറ്റിനെ കൃത്യമായിട്ട് അത് ഐഡന്റിഫൈ ചെയ്ത് ശേഷം വന്ന് എന്താണ് പറയുന്നത്, അതിനെ ബ്ലാസ്റ്റ് ചെയ്യുന്ന ലോയിറ്ററിംഗ് മുനീഷ്യനാണല്ലോ. അതുപോലെ ഈ പറഞ്ഞ ലോ കോസ്റ്റ് ഡ്രോൺസ് എല്ലാം തന്നെ ലാർജ് സ്കെയിലിൽ മാനുഫാക്ചർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു രാജ്യമാണ് ടർക്കി. അതുപോലെ തന്നെ ഇറാന്. അപ്പോൾ ഈ ടർക്കിയാണ് ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊക്കെ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ, ഈ പറഞ്ഞ ആയുധങ്ങൾക്കൊക്കെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ ഫ്യൂച്ചറിലെ വാറ് നമുക്ക് ബാലിസ്റ്റിക്, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നാലും ചൈനയുടെ ഭാഗത്തു നിന്നാലും ബാലിസ്റ്റിക് മിസൈൽ, അതുപോലെ തന്നെ കാരണം അവർക്ക് ഡെഡിക്കേറ്റഡ് ആയുള്ള, ചൈനയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയുള്ള റോക്കറ്റ് മിസൈൽ ഫോഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരുടെ എനിമീസിനെ അവർക്ക് എന്താണ് പറയാൻ കൗണ്ടർ ചെയ്യാൻ സാധിക്കും. കാരണം ഇപ്പം ഇറാൻ അങ്ങനെയാണല്ലോ. കാരണം അവർക്കും ലോകത്തിലെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മിസൈൽ റോക്കറ്റ് ഫോഴ്സ് ഉള്ള രാജ്യമാണ്. ചൈനയ്ക്കുണ്ട്. പാകിസ്ഥാൻ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം അതിനുള്ള പ്ലാൻ ചെയ്തു. ഇന്ത്യയും ഏകദേശം അതിനുവേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ തൽക്കാലം ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ കൂടുതൽ നമ്മളുടെ വ്യോമാതിർത്തി പരിരക്ഷിക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ള ശക്തമായിട്ടുള്ള ഇഫക്റ്റീവായിട്ടുള്ള ഈ പറഞ്ഞ എയർ ഡിഫൻസ് സിസ്റ്റംസ് നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് നിർമ്മിക്കുവാൻ പൂർണ്ണമായിട്ടും കഴിയുന്നത് വരെ നമുക്ക് ഇതുപോലുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ച് റഷ്യ പോലുള്ള രാജ്യങ്ങൾ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തീർച്ചയായിട്ടും പുതിയ 5 സ്ക്വാഡ്രൺസിൻ്റെ S-400 മേടിക്കാൻ നമ്മൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇത്തരമായ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.